കൊടും ചൂടിൽ വലയുന്ന സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റുള്ള മരണം വർദ്ധിക്കുകയാണ്. സൂര്യാഘാതവും സൂര്യതപവും മുൻപില്ലാത്ത വിധം അസാധാരണമാകുകയാണ് കേരളത്തിൽ. സൂര്യതപത്തിന്റെ കാഠിന്യമേറിയ അവസ്ഥയാണ് സൂര്യാഘാതം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജില്ലകളിൽ സൂര്യാഘാതവും സൂര്യാതപവും തുടർക്കഥയാവുകയാണ്. നേരിട്ട് വെയിൽ കൊള്ളുന്നത് സൂര്യാഘാതത്തിനും സൂര്യാതപത്തിനും കാരണമാകുന്നുണ്ട്. അന്തരീക്ഷ താപം ഒരു പരിധിക്കപ്പുറം ഉയരുന്നത് മനുഷ്യ ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാക്കുന്നതിന് കാരണമാകുന്നു. ഇതുമൂലം ശരീരത്തിൽ ഉണ്ടാകുന്ന താപം പുറത്തു കളയുന്നതിന് തടസ്സം നേരിടുകയും ഇത് ശരീരത്തിന്റെ പല നിർണായക പ്രവർത്തനങ്ങളെയും തകരാറിലാക്കുകയും ചെയ്യും. ഈ അവസ്ഥയാണ് സൂര്യാഘാതം. എന്നാൽ കൂടുതൽ സമയം വെയിലത്ത് ജോലി ചെയ്യുന്നവരിൽ നേരിട്ട് വെയിലേൽക്കുന്ന ശരീരഭാഗങ്ങൾ ചുവന്ന് തടിക്കുകയും വേദനയും പൊള്ളലും ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ അവസ്ഥയാണ് സൂര്യാതപം. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെ നേരിട്ടുള്ള വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കഠിനമായ ചൂട് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ ദാഹം തോന്നിയില്ലെങ്കിൽ പോലും ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം ധാരാളം അടങ്ങിയിട്ടുള്ളതായ പഴങ്ങളും പച്ചക്കറികളും സാലഡുകളും കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും സൂര്യാതപത്തെ ഒരു പരിധിവരെ പ്രതിരോധിക്കാനാകും. ശരീരം മുഴുവൻ മൂടുന്ന അയഞ്ഞ പരുത്തി വസ്ത്രങ്ങൾ ധരിക്കുന്നതും സൂര്യാഘാതത്തെ പ്രതിരോധിക്കാൻ സഹായിക്കും. ന്യൂസ് ഡെസ്ക് ജനം.